ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? ഇന്നിപ്പോൾ ഞാൻ വെറൈറ്റി ചേമ്പിൻ്റെ കൊലയാണ് ഇട്ടത്. അത് പഴുപ്പിച്ച് തിന്നവരുണ്ടോ? അതാണ് എനിക്കറിയാനുള്ളത്. ഞാൻ 1980 അതായത് ആ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത് അറിയുമോ എന്നറിയില്ല. നമ്മൾ ചേമ്പ് കൊലച്ചാൽ അത് നല്ല മൂപ്പ് വന്നതിന് ശേഷം കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കും. എന്നിട്ട് അത് പഴുത്താൽ അത് തിന്നലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചതൊന്ന് തിന്നപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ വീട്ടിൽ ചേമ്പ് കൊലച്ചത്. അപ്പോൾ ഇതുവരെ നമുക്ക് കൊലച്ചിട്ടില്ലായിരുന്നു. കൊല്ലത്തിൽ കളിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കൊലച്ച് കിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വിചാരിച്ചാൽ അതൊന്ന് തിന്നു നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇത് അറിയണ്ടാവില്ല. ഇപ്പോൾ ചേമ്പും ചേനയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാണ്ട് തിന്നലല്ലേ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം. അപ്പോൾ തോട്ടത്തിൽ ആരും ഉണ്ടാക്കലില്ലല്ലോ. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തോട്ടം ഇല്ലാത്തവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും തോട്ടത്തിലില്ലാത്തൊരവസ്ഥയാണ്. ഇല്ലാത്തവർക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. അഥവാ ഇനി 2 സെൻറ്റ് സ്ഥലമായാലും ഒരു ചേമ്പൊക്കെ നടാനൊക്കെ ഉള്ള സ്ഥലം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലും ഇപ്പോൾ ആരും ചെയ്യാത്തൊരവസ്ഥ. അതായത് ഇനിയിപ്പോൾ ഈ കൊല്ലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം തന്നെ നമ്മളത് വളമിയൊക്കെ ഇടാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം ചേമ്പൊന്നും കൊലക്കൂല. ഇത് കഴിഞ്ഞെല്ലാം കുഴിച്ചിട്ട ചേമ്പാണ്, പക്ഷെ അത് കളിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കൊല്ലം അതിന്മേൽ നല്ലവണ്ണം എല്ലാം ചേമ്പും കൊലച്ച് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊല നമ്മൾ തിന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. അതിൻ്റെ അതും തിന്നൂല, ഈമ്പി തിന്നുകയെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ആരുണ്ടാവും കട്ടിയുള്ള അത് തിന്നരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണത്. അപ്പോൾ അതൊന്നും ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മൾ വൈതളങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കാണ്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെയൊക്കെ ഒന്ന് തോട്ടമല്ല ഈ തറയൊക്കെ ഒന്ന് കൊത്തി മണ്ണുതൊക്കെ ഒന്ന് കളഞ്ഞ് ലെവലാക്കി എടുത്തതാണ്. അപ്പോൾ ഈ വൈതളങ്ങയൊക്കെ ഒന്ന് അറുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ പിന്നെ നിലത്തേക്കാനാട്ടോ വീണത്. അത് വെച്ചാൽ അതിന് മാത്രം നല്ല മണ്ണും ഇതുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കാണ്ട് നിലത്ത് കിട്ടിയിട്ട് അവിടുന്ന് പിന്നെ ലാസ്റ്റ് പെറുക്കിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് ഈ മരത്തിന് എന്താ വെച്ചാൽ 2 വർഷമായി ഈ മരം കുഴിച്ചിട്ടിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വൈതളങ്ങന്മാരായാലും വെണ്ടക്കന്മാരായാലും വർഷമൊന്നും നമുക്ക് കുഴിച്ചിടേണ്ട ആവശ്യമില്ല. അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റും കട്ട് ചെയ്ത് കാണ്ട് ആ മരം അവിടെ തന്നെ വെക്കുക. ഇലകളൊക്കെ കംപ്ലീറ്റും കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് പിറ്റത്തെ കൊല്ലം അയിമത്തേനെ കഴിച്ചും. വെണ്ടയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ അതാ വൈതളങ്ങയൊക്കെ അവിടെയൊക്കെ വീണെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് ഇത് താഴേക്ക് വീണിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളകിൻ്റെ തൈ ഉണ്ടല്ലോ, മുളകിൻ്റെ തൈ ഒരു കുറച്ച് മുന്നേ ഞാൻ കംപ്ലീറ്റ് ഇലയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തതിന് ശേഷം നല്ലവണ്ണം അതിന്മേ മുളകും പൂവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് എടുത്ത് ഉണ്ടാക്കിയെങ്കിൽ അതിന്മേൽ നമുക്ക് കംപ്ലീറ്റും ഇലയും വരും. അതേപോലെ നല്ല പിന്നെ വെയിൽ തട്ടില്ലേ, വെയിൽ തട്ടുമ്പോൾ അതിന്മേക്ക് നല്ലവണ്ണം പിന്നെ ഇപ്പോൾ സൂര്യപ്രകാശം തട്ടുന്നതുകൊണ്ട് തന്നെ നല്ലോണം ഇത് കായ്ക്കൂട്ടോ. അതായത് നമ്മൾ ചീനാമുളക് നമ്മൾ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. അത് വെളുത്തുള്ളിയും ചീനാമുളകും കൂടി അതേമാതിരി സുർക്കിയിലിട്ടുകാണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുമാണത്. അപ്പോൾ അങ്ങനെ നമ്മളെ വൈതളങ്ങയൊക്കെ ഞാൻ നിലത്തുനിന്ന് പെറുക്കിയെടുക്കുകയാണ്. സാധാരണ നമ്മൾ വൈതളങ്ങ അങ്ങനെ പെറുക്കിയെടുക്കലല്ലോ. ഏതായാലും അതൊക്കെ ഞാൻ പെറുക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ട് അകത്തേക്ക് വെക്കട്ടെ. ഞാൻ ഇപ്പോൾ തൊടുവിലേക്കൊന്ന് പോയി തരാം. പിന്നെ ഞാൻ എനിക്കൊരു എൻ്റെ സബ്സ്ക്രൈബർ അത് അപ്പൂസ് വേൾഡ് കൊണ്ടുവന്ന് തന്നതാണ്. ഇത് 14 ചേമ്പാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വിത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർ അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചതിന് ശേഷം നല്ലോണം തെളുത്തും നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്മേൽ മണ്ണൊക്കെ കയറ്റി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവർക്ക് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് പ്രത്യേകിച്ച് കാണിച്ചു തന്നത്. അപ്പോൾ ഇതിപ്പോൾ അടുത്ത് ഒരു കാക്ക കൊണ്ടുവന്നിട്ട് നമ്മൾ കുഴിച്ചിട്ടതാണ് കേട്ടോ. ഇത് ചട്ടിയിലാണ് കുഴിച്ചിട്ടുള്ളത്. അപ്പോൾ മുളകും അതൊക്കെ നല്ലോണം പൂവ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നനക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഇമ്മയാണ് പിന്നെ അതൊക്കെ നനച്ചു കൊടുക്കുക. ഉമ്മക്ക് അതിനോടൊക്കെ ഇൻട്രസ്റ്റാണ്. പൈപ്പ് പിടിച്ചുകൊണ്ട് ഉമ്മയാണ് നനച്ചു കൊടുക്കുക. എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ നനക്കാനും കൂടിയുള്ള ഒരു ഇതില്ല. കാരണം വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ അതിന് മാത്രം പണികളുണ്ടാവും. അടിക്കാനും തുടക്കാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പുതിയ ചുരിദാറൊക്കെ ഒന്ന് നല്ലവണ്ണം വെള്ളത്തിലിട്ട് കണ്ട് റെഡിയാക്കി എടുത്തത്. അത് നല്ലൊരു സെറ്റാണിത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ തൊടുവൊക്കെ പോയി നോക്കുകയാണ്. നമ്മളെ തൊടുവിൽ വലിയ ചേമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്നുണ്ട് മഴയൊക്കെ ഇതായപ്പോൾ തോട്ടമൊക്കെ ഒന്ന് നമുക്ക് തൊടുക്കൂടെ നടക്കാനുള്ളൊരു പരിവഹിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒന്നാകെ ഉണ്ട് കാടും ഇതൊക്കെ കൂടി പിടിച്ച് കിടക്കിയ കാലം.
ഇത് കണ്ടിട്ട് നമ്മളെ മുളകുമാർ ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ലോണം കായും പൂവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യലറിയോ, ഈ പൂവൊക്കെ ഈ കായ്ക്കലൊക്കെ ഉണ്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൂമ്പുകളൊക്കെ ഉണ്ട് നുള്ളിയെടുക്കും. പിന്നെ അത് എന്താ വെച്ചാൽ നമുക്ക് കറി ഉണ്ടാക്കാൻ തേങ്ങ അരച്ചോ അല്ലെങ്കിൽ പരിപ്പ് ഇട്ടുകാണ്ടോ ഒക്കെ നമുക്ക് കറി ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ താളിച്ചെടുക്കുക. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മളെ തോട്ടാണത്. വാഴകളൊക്കെ മണ്ണിതൊന്നും ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് കൂരിച്ചിങ്ങനെ നിൽക്കുക എന്ന് പറയും. അപ്പോൾ അത് ആ കർമ്മത്തി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കവുങ്ങിൻ്റെ ഐറ്റിലാണ് കർമ്മത്തി ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ കിട്ടണമെന്നുണ്ടെച്ചെങ്കിൽ നിലത്തേക്ക് വീണിക്കാണ്ട് ഇതായി കിട്ടുള്ളൂ, പഴുപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഇത് നമ്മളെ റംബൂട്ടാൻ്റെ തൈയാണ്. വലിയ തൈയായിട്ടുണ്ട്, ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല. നമ്മളെ ഓർക്കാപ്പുളി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അതിനെ പറയാമെന്നറിയില്ല. അതിന് ഓർക്കാപ്പുളിമാരെന്നാ പറയുക. ഇപ്പം അതിന് കായൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചേമ്പ് കാണിച്ചു തരാം. ചെറിയ ചേമ്പാണ്, വലിയ ചേമ്പിന് ഇല്ല കേട്ടോ ഉണ്ടാവുക, ചെറിയ ചേമ്പിലുണ്ടാവുക. അപ്പോൾ നമ്മൾ 2 നട ചേമ്പ് എന്ന് പറയും. അപ്പോൾ അതാണ് കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ല ഇതാണ്. പക്ഷേ നമ്മളെ നാടൻ വിത്തല്ലാത്തത് കൊണ്ടാണ് ഈ ചേമ്പിൻ്റെ ഇങ്ങനെയെല്ലാം ഉണ്ടാവുക കേട്ടോ. നമ്മൾ സാധാരണ ഞാനൊക്കെ കഴിച്ചതിൻ്റെ അന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ കൊല ഇങ്ങനെയെല്ലാം ഉണ്ടാവുക. ഇത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എന്താണെന്നറിയില്ല, ചേമ്പിൻ്റെ കൊല ഇങ്ങനെ കേട്ടോ ഇരിക്കണേ. അപ്പോൾ അതാ പഴുത്ത് വീണിട്ടുണ്ട്. നിലത്ത് കിടന്നാണ് പഴുത്ത്. ഞങ്ങളൊക്കെ കുട്ടികളുടെ കാലത്ത് ഇത് നിലത്ത് കിടന്നൊന്നും ഒരിക്കലും പഴുക്കില്ല. മൂത്ത് കഴിഞ്ഞാൽ അത് എടുത്ത് കൊണ്ടുപോയിക്കാണ്ട് നമ്മൾ പഴുപ്പിക്കാൻ വെക്കും. വൈക്കോലോ അന്നൊക്കെ പശുക്കളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ വൈക്കോലോ എന്തിലെങ്കിലും വെച്ച് പഴുപ്പിച്ചിട്ട് ഇത് നമ്മൾ ഊമ്പി തിന്നട്ടോ ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലേറെ കുറച്ചുകൂടി നല്ല ഓറഞ്ച് കളറും ഉണ്ടാവും. ഇത് വലിയൊരു മൂപ്പാവാത്ത പോലെ തോന്നും. അപ്പോൾ ഇതിമലൊക്കെ ഉണ്ടില്ലേ കൊലകളൊക്കെ ഇങ്ങനെ വീണെടുക്കണേ. അപ്പോൾ ഇങ്ങനെ വീണ് കിടക്കണീൻ്റെ അടുക്കായിട്ട് തന്നെ ഞങ്ങളൊക്കെ കുട്ടികളെ കാലത്ത് എടുക്കും കേട്ടോ. അപ്പോൾ വേണ്ട ഇതിലും പഴുക്കാൻ തുടങ്ങണേ ഉള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. ഇത് നല്ല പണ്ടത്തെ ഉള്ളതായിട്ടാണ്, നല്ല കലവറയുള്ള സാധനങ്ങളാണ്. പണ്ടുള്ള കുട്ടികൾ ഇതൊക്കെ കഴിക്കണോണ്ട് തന്നെ ഇന്നത്തെ കുട്ടികളെമാരുള്ള അസുഖങ്ങളും കാര്യങ്ങളൊന്നും അന്നത്തെ കാലത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയേണ്ടിട്ടാ. ഈ ജനറേഷനിലുള്ള കുട്ടികൾ ഇത് കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ മക്കളെ.